ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനാക്കാനുള്ള തീരുമാനം അതിയായ സന്തോഷം നൽകുന്നതാണെന്ന് MV ഗോപിനാഥ്. CPIയുമായുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്നും സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും നന്ദിയുണ്ടെന്നും AV ഗോപിനാഥ് 24 പറഞ്ഞു. നിയുക്ത ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ AV ഗോപിനാഥാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹം മുൻ DCC പ്രസിഡന്റും അതുപോലെ തന്നെ മുൻകാല MLA ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹമാണ് നമുക്കൊപ്പം ചേരുന്നത്. വലിയ ആഗ്രഹിച്ച ഒരു പദവി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും? 100%. ഞാൻ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു MLA ആവുക, MP ആവുക. അതൊക്കെ താൽക്കാലികമായി ഉണ്ടായ ചില പ്രത്യേക സാഹചര്യത്തിലുണ്ടായതാണ്. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ അകത്ത് 35 വർഷമായി അല്ലെങ്കിൽ 36 വർഷമായി ഗുരുവായൂരപ്പന് സേവനം നടത്തുന്നവനാണ് ഞാൻ. അതിന്ന് യാഥാർത്ഥ്യമായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് എനിക്ക്. ഇവിടുത്തെ CPM പ്രാദേശിക നേതൃത്വവുമായി താങ്കൾ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. താങ്കളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് അവരാണെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലൊരു ഓഫർ വന്നത് എന്ന് ഒരിക്കലും അങ്ങനെ ഞാനൊരു തർക്കം CPMൻ്റെ നേതൃത്വത്തിന് മുമ്പിൽ വെക്കുകയോ ഞങ്ങൾ തമ്മിൽ പോരാട്ടം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞാൻ പറഞ്ഞിട്ടേയില്ല. ഗുരുവായൂർ ഒരാവശ്യം ഇന്ന് വരെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്കിത് തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പാലക്കാട് മുഖ്യമന്ത്രി CPM ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് എത്തി ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം നൽകി എന്നുള്ള അല്ലെങ്കിൽ അത്തരം ഓഫർ മുന്നോട്ട് വെച്ചെന്നുള്ള ഉൾപ്പെടെ വാർത്തകൾ വന്നിരുന്നു. അത് ശരിയാണോ? അതെങ്ങനെ കഴിയും? അദ്ദേഹം വന്നിട്ട് 4-5 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഈ 4-5 ദിവസം കൊണ്ട് റവന്യൂ സെക്രട്ടറി ഒപ്പിടുന്നവരെ ഒരു ഫയൽ നീങ്ങുക എന്നുള്ളത് അപ്രായോഗികമായ കാര്യമാണ്. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു എന്നുള്ളത് എൻ്റെ ഒരു ധാർമ്മികമായ ചുമതലയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഞാൻ ഏറ്റവും കൂടുതൽ എന്നിൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ ധാർമ്മികമായ ചുമതലയാണ് മുഖ്യമന്ത്രിയെ കാണുന്നത്. എൻ്റെ കൂടെ സുമേധമല്ലേ ഉണ്ടായിരുന്നു. ചോദിച്ചു നോക്കി എന്തെങ്കിലും തരത്തിൽ ഗുരുവായൂർ ദേവസ്വത്തെക്കുറിച്ചോ ഒരു സ്ഥാനത്തെക്കുറിച്ചോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറയട്ടെ. ആരെങ്കിലും അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നപരിഹാരത്തിൻ്റെയും ഭാഗമല്ല ഇത്. യാതൊരു പ്രശ്നവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഞാനും തമ്മിലില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ ഈ LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പൂർണ്ണമായും പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുമോ? എന്താ സംശയം? എനിക്ക് പക്ഷേ നിയമപ്രശ്നങ്ങളുണ്ട്. ഗുരുവായൂർ ദേവസ്വം വന്ന് വരികയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ വരികയാണെങ്കിൽ ഞാൻ ചുമതലയെടുത്താൽ എനിക്ക് രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിക്കാൻ എനിക്ക് ചില നിയമപ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അതിനൊന്നുമില്ല. പക്ഷേ ഞാനുമായി ബന്ധപ്പെട്ട ജില്ലയിലെ ആളുകളെല്ലാം തന്നെ CPMന് വേണ്ടി പ്രവർത്തിക്കും. CPMുമായുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഈ പദവി വലിയ സന്തോഷമാണ് നൽകുന്നതെന്നാണ് AV ഗോപിനാഥ് നമ്മളോട് പറഞ്ഞത്. ക്യാമറാമാൻ രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.